ഹായ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്, മാമ്പഴ പുളിശ്ശേരി. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നമുക്കപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ നന്നായി പഴുത്ത ഒരു 5 മാമ്പഴം തൊലി പൊളിച്ചാണ് എടുത്തിട്ടുള്ളത്. തൊലി ചെത്തിയിട്ടല്ല, തൊലി ഇങ്ങനെ പൊളിച്ചിട്ട് മൂക്കിന്റെ അവിടെ മാത്രം ചെത്തി കളഞ്ഞിട്ട് തൊലി പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചെയ്യാൻ വെക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ വെള്ളം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് ഞാൻ അരച്ചിട്ടുണ്ട്. വെള്ളം പോലെ അതിൻ്റെ അരച്ചിട്ടാണ് എടുത്തേക്കണേ. മിക്സിയിലിട്ട് അമ്മിയിലിട്ട് അരച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചതച്ചെടുത്താലും കുഴപ്പമില്ല. നീളനെ കട്ട് ചെയ്ത് വിടാം, പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, അത് കാരണമാണ്. അപ്പം ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ മാമ്പഴം നന്നായി കുക്കാവട്ടെ. അപ്പോൾ 5 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. നന്നായി കുക്കാവട്ടെ. നമ്മളിതില് ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം ഇടാൻ മറന്നുപോയി, കറിവേപ്പില ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കേട്ടോ. ഇതിപ്പോ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ നേരം കൊണ്ട് വേഗം പോയി നാളികേരം ചെറുക്കിട്ട് വരാം. നന്നായി തിളച്ച് തുടക്കിയിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് നമ്മൾ തിരിച്ചിടുകയാണ്. എന്റെ ഒരു സൈഡ് വെന്തുണ്ടാവും, അപ്പൊ മറച്ചിട്ട് കൊടുക്കാം നമുക്കത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി, ഇത് സൂപ്പറായിരുന്നു. പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ വിചാരിച്ചത് എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്തിടണമെന്നുണ്ട്. വീട്ടിലുണ്ടായ മാവിലെ മാങ്ങ കേട്ടോ, ഇഷ്ടം പോലെ മാമ്പഴം ഉണ്ട്. ഇപ്പൊ പഴുത്ത് കുറെ വീണ് പോകുന്നുണ്ട്. കുറെ അറിയുന്ന ആൾക്കാരൊക്കെ വിളിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പൊ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് വീണ് പോവാ. 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാണ്. ഇനി നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പൊ നാളികേരം റെഡി ആയിട്ടുണ്ട്, ചിരകി എടുത്തിട്ടുണ്ട്. അരമുറി നാളികേരം, അരമുറി വലിയ നാളികേരമായിരുന്നു, അപ്പൊ അരമുറി മതി. അപ്പൊ നമുക്കത് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമുക്ക് ഇനി ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കുക്കായി വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടുക കേട്ടോ. നന്നായി വെന്തുണ്ട് കേട്ടോ. അത് മാമ്പഴല്ലേ, വേഗം പെട്ടെന്ന് വേവാവും. നന്നായി വെന്തിട്ടുണ്ട്. നല്ല പഴുത്ത മാമ്പഴം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ്. അപ്പൊ ഞാനിതിലേക്ക് വേറൊരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ ഷുഗർ, പഞ്ചസാര നമുക്ക് 1 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര മാമ്പഴത്തിന് മധുരമുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടല്ല നമ്മൾ തിളപ്പിക്കണത്, അതുകൊണ്ട്. അപ്പൊ ഞാൻ ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്നും കൂടെ വറ്റണം. പിന്നെ അതുപോലെ തന്നെ ഈ മാങ്ങ ഒന്നും കൂടെ കുക്കാവും വേണം. അപ്പൊ അതിങ്ങനെ ഒന്ന് റൗണ്ടപ്പ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള നാളികേരം നമ്മളിവിടെ ഒരു പാത്രത്തില് നാളികേരം അരച്ചു വെച്ചിട്ടുണ്ട്. അരമുടി നാളികേരം നമ്മൾ തിക്കായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഒന്നും കൂടെ ഒന്ന് വെള്ളം, കാരണം എപ്പോഴും മാമ്പഴ പുളിശ്ശേരി കുറച്ച് തിക്കായിരിക്കും, തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും. ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കില്ല, കുറച്ച് തിക്കായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നാളികേരം അരച്ച് വെച്ചിട്ടുള്ളത്. വെള്ളം അധികം ഒഴിച്ചിട്ടില്ല. അപ്പൊ ഇതിനൊന്ന് വെള്ളം ഒന്നും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മാമ്പഴത്തിന്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് വെള്ളമൊക്കെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിക്ക് ഭയങ്കര, എൻ്റെ അച്ഛമ്മ, നമ്മൾ പാട്ടി എന്നാണ് വിളിക്കുക,
അപ്പൊ പാട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി. മാമ്പഴം കിട്ടി അപ്പ വെക്കും പണ്ടൊക്കെ. ഇപ്പൊ പിന്നെ മാവൊന്നും ഇല്ല വീട്ടില്. ഉണ്ട് മുറിച്ച് കളയേണ്ടിയൊക്കെ വന്നു വീടിന്റെ വീടിന്റെ അടുത്തായ കാരണം. അപ്പോ പാട്ടി ഇപ്പൊ ഇല്ല കേട്ടാ, പാട്ടി മരിച്ചു. അപ്പോ മാമ്പഴ പുളിശ്ശേരി മാമ്പഴത്തിന്റെ കാര്യമൊക്കെ ആവുമ്പോ പാട്ടീനെ ഓർമ്മ വരിക. കല്യാണം കഴിഞ്ഞ സമയത്ത് പാട്ടി ഇതുപോലെ പറയാറുണ്ട്, പക്ഷെ കൊണ്ടുകൊടുക്കാൻ ഇപ്പൊ പറ്റാത്ത അവസ്ഥയായി. കാരണം പാട്ടി ഒരു പിന്നെ അതല്ല, ആൾക്ക് ഷുഗറും ഉണ്ട് കേട്ടാ. അപ്പൊ ഇതൊന്നും മാക്സിമം അങ്ങനെ ഇതാക്കാറില്ല. പണ്ടൊക്കെ ആള് പിന്നെ വെക്കുമായിരുന്നു ഒക്കെ. അങ്ങനെ വീട്ടിൽ മാമ്പഴം കിട്ടുമ്പോ 2 3 എടുത്തിട്ട് വെക്കും. പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാട്ടിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിക്ക് എല്ലാം വേണം. ഇപ്പൊ നമ്മള് വിചാരിക്കും കറിവേപ്പില ഇല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ പാട്ടി അങ്ങനെയല്ല. കറിവേപ്പില ഇല്ലെങ്കിൽ പോലും കറിവേപ്പില വാങ്ങിയിട്ടേ വെക്കുള്ളൂ കറി. എല്ലാം ഫുള്ള് സാധനങ്ങളോട് കൂടിയിട്ട് വെക്കുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും പാട്ടി വെക്കുമ്പോട്ടാണ്. അപ്പൊ വെള്ളം നല്ല തിക്കായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നാളികേരം നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ നല്ല തിക്നെസ് ഉണ്ടാവും. നന്നായിട്ട് വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ഇതാണ് ശരിക്കും രസം. ഇപ്പോൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണല്ലോ മാമ്പഴ പുളിശ്ശേരി. ഞങ്ങൾ കുറേ നാളായി, പക്ഷെ ഇപ്പോഴാണ് വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങയുണ്ടായി. കഴിഞ്ഞ കൊല്ലം അത്രയ്ക്ക് ഉണ്ടായില്ല. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ അമ്മ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. വീഡിയോ എടുക്കാനും പറ്റില്ല. പക്ഷെ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടം. ഇത് വെച്ച് കഴിഞ്ഞാൽ വേറെ കറിയൊന്നും വേണ്ട, ഇത് മതി വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ. ഇപ്പൊ ഇവിടെ വീട്ടില് ഒരു ദിവസമൊക്കെ മാമ്പഴ പുളിശ്ശേരിയാണ്. കാരണം എന്താന്ന് വെച്ചാല് വേറൊന്നല്ല, ഇഷ്ടംപോലെ മാങ്ങയുണ്ട്, പഴുത്ത് വീഴുക, ജ്യൂസ് അടിക്കുക. ഇപ്പൊ ഇതൊക്കെ തന്നെയാണ് പണി. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ രാവിലെ 1 ഗ്ലാസ് മാംഗോ ജ്യൂസാണ്. അപ്പൊ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് ഞാൻ മൂടി വെക്കുകയാണ്. ഞാനപ്പോ ഒരു 5 minutes ആയി ഓപ്പൺ ചെയ്യാണ്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഞാനതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ആഹാ, കാണുമ്പോ ഇപ്പൊ തന്നെ വായില് വെള്ളം ഊരിട്ട് വയ്യ. നല്ല മണവും വരുന്നു, നല്ല സ്മെല്ലും ഉണ്ട്. ഇത്ര നാളെ ഓരോ വീഡിയോ എടുക്കുമ്പോ എന്താ പറയാ, ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കും. ഇപ്പോഴാണ് ശരിക്കും ഇതൊക്കെ എന്തെങ്കിലും തുറന്നു പറയാൻ പറ്റണത്. ഇപ്പൊ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിലെടുത്തിട്ടുള്ള മാങ്ങ എന്ന് പറയുന്നത് മൂവാണ്ടനാട്ടോ. ഏത് മാങ്ങ വേണേലും ഇതിൽ ഉപയോഗിക്കാന്നാണ്. പക്ഷെ ഞങ്ങൾ വേറെ ഒന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. കൂടുതൽ മൂവാണ്ടൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീട്ടിലുള്ളത് മൂവാണ്ടനാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അത് പോരാതെ വരും. നേരത്തെ ഉപ്പിട്ടതാ. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഈ നാളികേരം അരച്ച് വെച്ചപ്പോ മാത്രം ഒന്നും കൂടെ ഒന്ന് വറ്റലേട്ടാ. അപ്പൊ ഈ നാളികേരത്തിന്റെ ഇതും ഈ മാമ്പഴത്തിലാവുമ്പോ മാമ്പഴത്തിൽ പിടിക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒന്നും കൂടെ കുക്കാവട്ടെ. അപ്പൊ ഇത് നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് തൈര്, ഞാനൊരു 5 സ്പൂൺ തൈര് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ട്, ആ കട്ടയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിൽ ചെയ്തിട്ട് വേണം സിമ്മിലാക്കിയിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. കാരണം അതിങ്ങനെ കുക്കാവാൻ പാടില്ല, ഒന്ന് ചൂടായി കിട്ടാനേ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഇതാവും. ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തതൊന്ന് ചൂടായിട്ടുണ്ട്. പിന്നെ ഓഫ് ചെയ്യണം. മറ്റേത് തൈര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആകെ പിരിഞ്ഞ പോലെയാവും. നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഞാനിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കണം. അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യണം. അപ്പം നമ്മൾ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ചീഞ്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുത്ത് നിൽക്കണു. പൊട്ടിത്തെറിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ക്യാമറ മാറ്റി പിടിക്കാം, അല്ലെങ്കിൽ പണി പോളും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു തണ്ട് കറിവേപ്പില, ഫ്ലെയിം ഓഫ് ചെയ്തുട്ടാ. ഒരു മിനിറ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി സെറ്റായിട്ടുണ്ട്.